വാടി. നീ എന്തിനാ അവനോട് സംസാരിച്ചത്? ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിനക്കറിയാമോ, അവനൊരു റൗഡിയാണ്. പെമ്പിള്ളേരെ ചീത്തയാക്കലാണ് അവന്റെ സ്ഥിരം തൊഴിൽ. ചേച്ചിക്ക് മാത്രം എന്തു ആവാം. ഞാൻ എന്ത് ചെയ്താലും തെറ്റ്. യു ആർ ടു സെൽഫിഷ്. ഞാൻ നിന്നോടൊന്നും പറയാൻ വരുന്നില്ല. എന്റെ സ്നേഹം നിനക്ക് മനസ്സിലാവില്ല. പോകും. 1 2 3 4 1 2 3 4 അച്ഛൻ ഇതിന്ന് ശരിയല്ല. ഞാൻ കാണിച്ചതാ. നോക്കൂ. 1 2 3 4 1 2 3 4 1 2 3 4 കൈ വെക്കൂ. ഈ കൈ വെക്കൂ. കാലി വെക്കൂ. കാലി വെക്കൂ. എങ്ങനെയൊക്കെ വെക്കൂ. പൊക്കു. സ്വല്പം കൂടി. അതെ, എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരും മാസ്റ്റർ. നീ പഠിച്ചോടത്തോളം മതി. നീ ചെയ്യുന്നൊക്കെ ശരിയാ. അത്ര മതി. ഇത് അയ്യോ, മാസ്റ്റർ, ഞങ്ങൾ എന്ത് ചെയ്യണം? പോസ് കൊടുക്കൂ. മുഖം കൂടെ ഇരിക്കൂ. ഒന്ന് നിൽക്കണേ. ഒന്ന് നിൽക്കൂ. ചോക്രി ചോക്രി. അതല്ലേ എന്റെ പേര് പ്രിയ. പ്രിയ, നീ ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ? അതെ. ഇങ്ങ് വാ. ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടവളാ. എനിക്ക് സമയമില്ല. അവർക്ക് സമയമല്ല പോലും. ക്ലാസ് എടുക്കും. കുപ്പി എടുക്കരുത്. ചോക്രി ചോക്രി ചോക്രി, ഇവിടെ വരൂ, ഇവിടെ വരൂ. നീയും ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ? അതെ. ഇങ്ങ് വാ, ഇങ്ങ് വാ, കേറി വാ. എന്താ കുട്ടി ഈ ഈ കൈ കുറിച്ചതാവട്ടെ. കണ്ടോ? അച്ചോ, കുറച്ചു ഒന്ന് പറയൂ. പറഞ്ഞോളൂ. സ്വന്തം ശരീരല്ലോ. എന്താ അത്? ഒറ്റടിച്ചു. അവിടെ നോക്ക്. അവിടെ നോക്കിക്ക്. എപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കള്. പറഞ്ഞോളൂ. വളഞ്ഞോളൂ. അല്ല, അടിക്ക്. 1 2 3 4 1 2 3. ചേച്ചി, ചേച്ചി നല്ല സ്റ്റുഡന്റ്. ബഹുത്തച്ച. നല്ല ഷേപ്പ്. നല്ല ഷേപ്പ്. തബല വയസ്സ് 45 ഇനി തബലയും കൂടി വായിക്കണ്ടുള്ളൂ. നിനക്ക് ഉഷയുടെ ചായ കൂടുതൽ. മറ്റവള് അവളുടെ തള്ളയെ പോലെയാ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? നിന്റെ ചേച്ചിയുടെ കാര്യം. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയുടെ മകൾ. ആദ്യത്തെ ഭാര്യയോ? എന്റെ അച്ഛന് ഒരു ഭാര്യയുള്ളൂ. അതെന്റെ അമ്മ. എന്റെ അമ്മയുടെ ആദ്യത്തെ മകളാണ് ചേച്ചി. ഞാൻ രണ്ടാമത്തെ. ഓഹോ, അപ്പൊ നിങ്ങൾക്കാർക്കും അക്കാര്യം അറിയാൻ മേല അല്ലേ? ഇടി മണ്ടി, നിന്റെ അച്ഛൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാ. അവൾ കാശ്മീരിലുണ്ട്. എന്റെ കൂട്ടുകാരിയാ. അവിടുന്നാ ഞാൻ വരുന്നത്. അതുകൊണ്ടല്ലേ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാത്തത്. അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പോ ആളില്ലെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു കളഞ്ഞു. കൊച്ചേ, നില്ലടി കൊച്ചേ, ഞാൻ മുഴുവനും പറഞ്ഞില്ല. കൊച്ചേ, ഞാൻ മുഴുവനും പറയുന്നതിന് മുമ്പ് അവളങ്ങ് പോയി.
അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. എടാ പുറപ്പേന്ന് പിടിവിടാണ് പറഞ്ഞത്. ഇതെനിക്കും വലിയ മുറച്ചുള്ളതാ. വലിയ പേരൊന്നും എഴുതിയിട്ടില്ല. എനിക്ക് വേണം. ഇതേറ്റ് വിട്. എന്റെ പൊന്നു പ്രഭ ഒന്ന് നിർത്ത്. എന്തൊരു ശല്യമാ ഇത്? ഞാനല്ല ശല്യം, വേറെ ചിലരാ. നീ പറയുന്ന അനുസരിച്ച് ഒരു വക പഠിക്കത്തുമില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തുമില്ല. ചേച്ചീനെ ഭരിക്കാനൊന്നും വരണ്ട. ഞാൻ എന്റെ അനിയനുമായി വഴക്കൂടും. ആർക്കാ നഷ്ടം? പ്രിയേ മോളെ ഒന്നിവിടെ വരും. അച്ഛന്റെ സ്ലൈഡ് റൂം കാണുന്നില്ല അത്രേ. ഒന്ന് എടുത്തു കൊടുക്കും മോളെ. വരുന്നമ്മേ. പ്രിയ പ്രിയ പ്രിയ, എല്ലാവർക്കും എന്തിനൊരു പ്രിയ. വല്യേച്ചിക്ക് എന്താ കുറ്റം? കൊച്ചേച്ചി വെറും അസുഖക്കാരിയാ. നീ വല്യേച്ചിന്ന് പറഞ്ഞിരുന്നോ? ഒടുവിൽ നിനക്ക് ഞാനേ കാണൂ. ഓ പിന്നെ കാറിൽ കയറി കഴിഞ്ഞ് എന്നാ നിന്റെ ചേച്ചിനോട് പറഞ്ഞത്? രവേട്ടിനോട് സംസാരിച്ചതിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവളോട് പറഞ്ഞേരെ, വേണ്ടി വന്നാൽ ഞാൻ അവളുടെ കയ്യിലും കടന്നു പിടിക്കുമെന്ന്. അയ്യോ വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. നിന്റെ അച്ഛനെ അയാളുടെ ബിസിനസ് ചെയ്ത് വിലയ്ക്ക് വാങ്ങാൻ എന്റെ ഒരു വർഷത്തെ പോക്കറ്റ് മണി മതി. അങ്ങനെയൊന്നും പറയരുത്. എന്റെ അച്ഛനെ ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോളെ, നിന്റെ ചേച്ചിയെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവരും, മനസ്സിലായോ? സാർ ഇവിടെ വര വരയ്ക്കാൻ പോകുന്നു. വരയോ? നിന്റെ നെഞ്ചത്ത് തന്നെ. അതില് സൗകര്യം നിന്നെ ജനിപ്പിച്ചവൻ നെഞ്ചത്ത് വരയ്ക്കുന്നതല്ലേ? വേണ്ട സുനിൽ, വേണ്ട സുനിൽ, ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കരുത്. ആൾക്കാർ കൂടും. പ്രഭേ, അച്ഛന്റെ പേര് ചീത്തയാക്കാൻ തന്നെയാണ് നിന്റെ പുറപ്പാട്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാ എന്നോട് ചോദിക്കാൻ? എന്താടി നീ എന്നെ വിളിച്ചത്? നീയെന്നോ? വാടി ഇവിടെ, ഇവിടെ വാ. ഇന്നെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യം. അമ്മയോട് പറയും പോലും. ആരുടെ അമ്മ? നിന്റെ അമ്മയോട് കാര്യം പറയാൻ അങ്ങ് കാശ്മീരിൽ പോണം. എന്റെ അമ്മയുടെ മൂത്ത മകൾ ഞാനാണ്. വലിഞ്ഞു കയറി വന്നവൾ എല്ലാവരും ഭരിക്കുന്നു. ആ സത്യഭാമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു. നീ എന്റെ സ്വന്തം ചേച്ചിയൊന്നുമല്ല. നിന്റെ അമ്മ വേറെ, എന്റെ അമ്മ വേറെ. ഞാനാ ഉണ്ണിയുടെ മിനിയുടെ സ്വന്തം ചേച്ചി. ഇനി മുതൽ എന്റെ അമ്മ ഞാൻ പറയുന്നത് കേൾക്കൂ. പ്രിയേ, നിൽക്കൂ. സിഗരറ്റ്? നോ താങ്ക്സ്. സുനിൽ, നമുക്ക് വഴക്ക് വേണ്ട. നിനക്ക് കിട്ടിയ ഭാഗ്യം നമുക്ക് പങ്കിട്ടെടുക്കാം. ഷെയർ. ഐ മീൻ പ്രിയ. യു വിൽ കം ഡൗൺ മൈ ബോയ്. See you. അമ്മേ, എന്താ മോളെ? ഞാൻ അമ്മയുടെ മോളല്ലേ? അമ്മയല്ലേ എന്നെ പ്രസവിച്ചത്? എന്താ മോളെ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോൾ നീയല്ലേ? നിന്നെയല്ലേ ഞാൻ ആദ്യം പ്രസവിച്ചത്? പക്ഷെ പ്രഭ പറയുന്നു ഞാൻ അമ്മയ്ക്ക് ആരുമല്ലെന്ന്. എന്റെ അമ്മ വേറെ ഏതോ സ്ത്രീയാണെന്ന്. ഈ വീട്ടിൽ പ്രതിക്കും ഉണ്ണിക്കും എനിക്കുള്ള സ്ഥാനം എനിക്കില്ലെന്ന്. ഞാൻ അവർക്ക് സ്വന്തം ചേച്ചിയല്ലെന്ന്. അമ്മ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമെല്ലാം വെറും അഭിനയം മാത്രമാണോ? ഞാൻ വേറൊരു സ്ത്രീയുടെ മോളാണോ? പറയൂ അമ്മേ. എടി, എന്റെ മോളെ നീ എന്നിൽ നിന്ന് അകറ്റുമല്ലേടി? ദ്രോഹി, നിന്നെ ഞാൻ കൊല്ലുവടി. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. സത്യഭാമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു. അച്ഛന് കാശ്മീരിൽ വേറൊരു ഭാര്യയില്ലേ? അവരുടെ മാനല്ലേ ചേച്ചി? പേടിച്ച് പേടിച്ചിട്ട് ഞാൻ നടന്നല്ലോ. എന്റെ പൊന്നു മോളെ, മോളെ, ഈ സംസാരമെല്ലാം കേട്ട് എന്റെ മോൾ അമ്മയെ വെറുക്കല്ലേ.
നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. എന്റെ പ്രിയ, എനിക്ക് എന്റെ ഭർത്താവിനേക്കാൾ വലുതാണ്. എന്റെ പോലെ അമ്മ പറയുന്ന വിശ്വസിക്കില്ലേ? പറയൂ. ആ നശിച്ച സ്ത്രീ പ്രഭയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ദുഷ്ട എന്റെ മോളോട് പറയുന്നു ഞാനല്ല അവളെ പ്രസവിച്ചതെന്ന്. പ്രിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. അവളോട് ഞാൻ കാണിക്കുന്ന സ്നേഹം കള്ളമാണോ? ഞാൻ അവളുടെ അമ്മയല്ലേ? ദൈവമേ, എല്ലാവരും ചേർന്ന് എന്റെ മോളെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുമോ? മോളെ, എന്റെ മോളെ. ഉഷേ, ഇനി കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. സത്യഭാമ പ്രഭയോട് പറഞ്ഞതും പ്രഭ നിന്നോട് പറഞ്ഞതും സത്യമാണ്. നിന്നെ പ്രസവിച്ചത് ഉഷയല്ല. ഉഷേ, ഞാൻ പറഞ്ഞല്ലോ, നാം എന്തും നേരിടാനുള്ള കരുത്ത് സമ്പാദിക്കും. നീ സങ്കടപ്പെട്ടതുകൊണ്ടോ ഈശ്വരനോട് അവലാതിപ്പെട്ടതുകൊണ്ടോ സത്യം സത്യമല്ലാതാകും. സത്യം അഗ്നിയാണ്. എന്നെങ്കിലും ഒരിക്കൽ അത് ആളിക്കത്തും. മറച്ചു വച്ചാൽ അത് മനസ്സിനെ തന്നെ എരിച്ചു കളയും. പ്രിയയോട് എല്ലാം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. പ്രഭേ, നീ കുട്ടികളെ വിളിച്ചുകൊണ്ടുപോകും. എന്റെ മുമ്പിൽ ഇനി വാ, നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം. ഇവിടെ കളിക്കാൻ എന്താ? അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വന്നിരിക്കുക. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തല്ലുള്ളൂ. എന്റെ മക്കൾക്കും ഈ നാട്ടുകാർക്കും അറിയാൻ പാടില്ലാത്തൊരു ഭൂതകാലം എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്റെ ഭൂതകാലം. നിന്റെ അമ്മയൊത്ത് ഞാൻ നയിച്ച എന്റെ ദാമ്പത്യത്തിന്റെ കഥ. ഇങ്ങനൊരവസരം ഒരച്ഛന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തകർന്ന ദാമ്പത്യത്തെപ്പറ്റി അച്ഛൻ മകളോട് പറയുക. ഈ വിഷയത്തിൽ അച്ഛന് പറയാവുന്ന കാര്യത്തിൽ ഒരു പരിധിയുണ്ട്. ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ദുഃഖം വർദ്ധിക്കും. ഒരു പക്ഷേ നാളെ നീ എന്നെ കുറ്റവാളിയായി കണ്ടുവെന്നും വരും. എന്റെ അമ്മയെ പറ്റി എനിക്കെല്ലാം അറിയണം. അച്ഛൻ എന്നോടെല്ലാം തുറന്നു പറയണം. പറയാം.